ഹലോ, സിമ്മിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് കാണിച്ചു തരാനാണ്. ഇതുപയോഗിച്ച് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാവുന്നതാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ട്രാൻസ്ലേഷൻ സ്ക്രീൻ. ഞാൻ നിർമ്മിക്കാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ സ്റ്റിൽ മോഡലാണിത്. ആ സ്റ്റിൽ മോഡലിലുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ലേഷൻ പെന്നാണ്. ഇതുപയോഗിച്ച് കുഞ്ഞു കുഞ്ഞു എഴുത്തുകൾ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ആക്കാൻ പോകുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു സ്പീക്കറുണ്ട്. ഡോട്ട് ഡോട്ട് കാണുന്നില്ലേ? സ്റ്റിൽ മോഡൽ ആയതുകൊണ്ടാണ് ഡോട്ട് ഡോട്ട് ഇട്ടത്. വരികളിൽ വിൽക്കുമ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്ത് സ്പീക്കിംഗ് പറയുന്നതാണ്. ഇതിൽ ഒരുപാട് ബട്ടൺസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഇത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഷ മറ്റൊരു ഭാഷയിലേക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ഭാഷ അടിച്ചത് ആ ഭാഷയിലേക്ക് അർത്ഥം മാറിക്കിട്ടുന്നതാണ്. ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളത്തിൽ ഞെക്കിയിട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഭാഷ തിരഞ്ഞെടുത്ത് കീബോർഡിൽ നിന്നും ടൈപ്പ് ചെയ്ത് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്തത് ഇതാണ്. ഇത് ക്യാമറയുടെ ഫോട്ടോമാണ്. ക്യാമറയിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ അതിൻ്റെ അർത്ഥം കിട്ടുന്നതാണ്. ഇതിനും ഭാഷകൾ സ്ക്രോൾ ചെയ്ത് തിരഞ്ഞെടുക്കേണ്ടതാണ്. മൂന്നാമത്തെ ബട്ടനാണ് സൗണ്ട്. ആരെങ്കിലും പറയുന്നത് കേട്ട് മനസ്സിലാക്കി സ്ക്രീനിൽ അതിൻ്റെ അർത്ഥം വരുന്നതാണ്. ഇതിനും ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ഭാഷ തിരഞ്ഞെടുത്ത് നൽകേണ്ടതാണ്. ഇതിന് ഒരു ക്യാമറയുണ്ട്. ഒരു ക്യാമറയും ഒരു സ്പീക്കറുമാണുള്ളത്. പെന്നിനും സ്പീക്കറുണ്ട് കേട്ടോ. ഇത് വിദേശ രാജ്യത്ത് പോകുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനും തിരിച്ച് സംസാരിക്കാനും കഴിയും. ടെക്സ്റ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും മറ്റുള്ള ഭാഷയിൽ എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതാകുമ്പോൾ ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഇതിനെ സ്ക്രീൻ ചെയ്ത് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബൈ ബൈ.